വഖദ് സഅല ഫർഖദു സനജി അൽ ഹസൻ. ഫർഖദു സനജി ഹസൻ എന്നോട് ചോദിക്കാണ്. എന്താ ചോദിക്കണറിയോ? ആയിഷ ഒരു വസ്തുവിനെ കുറിച്ച് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോ അജാബഹു ഫർഖദിനോട് ഹസൻ തങ്ങള് മറുപടി കൊടുത്തു. ഫഖാല അങ്ങനെ കൊടുത്തപ്പോൾ ഹസൻ തങ്ങൾ പറഞ്ഞു, അങ്ങനെ കൊടുത്തപ്പോ ഫർഖദ് പറയാണ്, ഇന്നൽ ഫുഖഹാ യുഖാലിഫൂനക. നിങ്ങളിപ്പോ എന്ത് മറുപടി എന്നിട്ട് എന്താ? നിങ്ങൾ തരുന്ന ഈ മറുപടിക്ക് എതിരാണ് ഫുഖഹാക്കൾ എന്ന് പറഞ്ഞു. അപ്പൊ ഖാല ഹസൻ റഹിമഹുല്ലാഹ്, അപ്പൊ പിന്നെ ഹസൻ തങ്ങൾ ചോദിച്ചു പറയാണ്, സകിലത്തുക ഉമ്മുക ഫുറൈഖത്ത്. ഫുറൈഖത്തെ അങ്ങയുടെ ഉമ്മ മണ്ണിലൊട്ടിച്ചേരട്ടെ. അതൊരു അനിഷ്ടവാക്കാണല്ലോ, അങ്ങനെ ഉപയോഗിച്ചോട് പറഞ്ഞതാണ്. ആ പറഞ്ഞിട്ട് പറയാണ്, വഹർ റഅയ്ത ഫഖീഹൻ ബിഐനിക. താങ്കളുടെ കണ്ടുകൊണ്ട് ഫിഖ്ഹുള്ള ആളെ കണ്ടുക്കണോ, ഫഖീഹായ ആളെ കണ്ടുക്കണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഫർഖദ് മനസ്സിലാക്കിയ ഫുഖഹാവും ഹസൻ തങ്ങൾ റളിയല്ലാഹു തആല മനസ്സിലാക്കിയ ഫുഖഹാവും തമ്മിൽ മാറ്റമുണ്ട്. ആ മാറ്റമാണ് ഈ പറയുന്നത്. എന്നിട്ട് പറയുന്നു ഹസൻ തങ്ങൾ, ഇന്നമൽ ഫഖീഹു, യഥാർത്ഥത്തിൽ ഫഖീഹ് അൽ സാഹിദു, സാഹിദാണ് ദുനിയ, ദുനിയാവിൽ സാഹിദായി ജീവിക്കുന്നതാണ് ഫഖീഹ്. പോരാ അർ റാഗിബുൽ ആഖിറത്തി, ആഖിറത്തിന്റെ കാര്യത്തിൽ മോഹിക്കുന്നവനാണ്. അൽ ബസീറു ബി ദീനി, തന്റെ ദീൻ കൊണ്ട് നല്ല ഉത്ബോധമുള്ള ആളാണ്. അൽ മുദായിമു അലാ ഇബാദത്തി റബ്ബിഹി, തന്റെ റബ്ബിനെ ആരാധിക്കുന്നതിന്റെ മേലിൽ നല്ലോണം പതിവായി ചെയ്യുന്ന ആളാണ്. വൽ വറഉൽ കാഫു നഫ്സ, അൽ വറഉ സൂക്ഷ്മതയുള്ള ആളാണ്. അൽ കാഫു തട്ടുന്ന ആളാണ്. നഫ്സ സ്വന്തം ശരീരത്തിനെ, അൻ അറാദിൽ മുസ്ലിമീന, മുസ്ലിങ്ങളുടെ അഭിമാനത്തെ തൊട്ട് സ്വന്തം ശരീരത്തെ കാക്കുന്നവനും തട്ടുന്നവനുമാണ്. അതിൽ നടപെടാൻ പോകൂല. അൽ അഫീഫു അൻ അംവാലിയും, ജനങ്ങളുടെ സമ്പത്തിനെ തൊട്ട് ഒഴിഞ്ഞു നിൽക്കും, ചോദിച്ചാൻ പോകില്ല. അന്നാസിബിൽ ജമാഅത്തിയും, മുസ്ലിം സംഘത്തിന് വേണ്ട ഉപദേശം ചെയ്തു കൊടുക്കുന്ന ആളുമാണ്. ഇതാണ് മഹാൻ പറഞ്ഞു കൊടുത്ത ഹസൻ തങ്ങൾ. വലം യഖുൽ ഫീ ജമീഇ ദാലിക, ഈ പറഞ്ഞ കൂട്ടത്തിലൊന്നും ഹസൻ തങ്ങൾ പറഞ്ഞിട്ടില്ല ഫഖീഹ് എന്ന് പറഞ്ഞാൽ അൽ ഹാഫിദു ലിഫുറൂഇൽ ഫതാവ, ഫതാവയും വിധികളും സംഭവ വികാസങ്ങളും ഒക്കെയാണ് വാസ്തവത്തിൽ ഫഖീഹ്, അത് സൂക്ഷിക്കുക എന്നുള്ളതൊന്നും പറഞ്ഞില്ല. അപ്പൊ ഇവിടെ മനസ്സിലാക്കുക ഫഖീഹ് എന്താണ്, നമ്മൾ മനസ്സിലാക്കിയ ഫഖീഹ് അല്ല. വലസ്തു, എന്നിട്ട് പറയുന്നു, വലസ്തു അഖൂലു, ഞാൻ പറയുന്നില്ല, ഇന്ന ഇസ്മൽ ഫഖീഹി, നിശ്ചയമായിട്ടും ഫിഖ് എന്ന് പറയുന്ന നാമം, ഫഖീഹ് അല്ല ഫിഖ്, ലം യകുൻ മുതനാബിലൽ ഫതാവ ബിൽ അഹ്കാമിൽ ളാഹിറ, പ്രത്യക്ഷത്തിൽ ഉള്ള വിധികളിൽ എന്തൊക്കെ മസ്അലകളുണ്ടോ അത്തരം മസ്അലകളെ ഫിഖ് എന്ന പദം ഉൾപ്പെടുത്തുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് മാത്രമാക്കാൻ പറ്റൂല. വലാകിന്നെങ്കിലും കാനബി ത്വരീഖിൽ ഉമൂമി വശുമൂൽ, ഈ ഫിഖ് എന്നുള്ളത് ഈ പറയുന്ന ഫത്വകളെ ഉൾപ്പെടുത്തുന്നതും ആമാക്കുന്നതും ഒരു മാർഗമുണ്ട്. അത്തരം മാർഗത്തിലൂടെ അത് വരുള്ളൂ. ആരും എന്ത് ചെയ്യണം, ഉഖ്റവി അത് കിട്ടണം, അതിനോട് അനുസരിച്ച്. അങ്ങനെ മാർഗം അതിനും പറയും ഫിഖ്, ഇതിനും പറയും ഫിഖ്, ആ നിലക്ക് പറയാം. അല്ലെങ്കിൽ ത്വരീഖിൽ ഇസ്തിദ്ബാഇ, അല്ലെങ്കിൽ വിത്തബായിട്ട് ഫിഖ് പറയാം. യഥാർത്ഥ ഫിഖ് എന്ന് പറഞ്ഞാൽ ആഖിറത്തിന്റെ ഇൽമാണ്, അതിനെ കുറിച്ചുള്ള അറിവാണ്. അതിനോട് തുടർന്ന് ഇവിടെ നമ്മൾ ദുന്യാവിലെ നിയമങ്ങളൊക്കെ പറയും. ആ നിലക്ക് ഫിഖ് വിത്തബായിട്ട് പറയാം എന്നർത്ഥം. ഫഖാല ഇത്ലാഖുഹും ലഹു അലാ ഇൽമിൽ ആഖിറത്തി, അങ്ങനെയൊക്കെ വന്നപ്പോഴും ഈ പറയുന്ന ഫിഖ് എന്ന് പറയുന്ന ഇൽമിനെ ആഖിറത്തിന്റെ ഇൽമിന്റെ മേൽ അവർ പറയുക എന്നുള്ളത് അക്സറ, അത് പതിവായി അധികമായി വന്നു. കൂടുതലും അങ്ങോട്ടാ വെക്കുക. അപ്പൊ ചുരുക്കത്തിൽ ഫിഖ് ആഖിറത്തിനെ കുറിച്ചുള്ള ഇൽമാണ്, അത് വേണം. അതാണ് ഫിഖ് യഥാർത്ഥത്തിൽ. ഇപ്പൊ മാന ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോ മിൻഹാദ, ഇതിനെന്താ മിൻഹാദ തഖ്സീസ്, ഈ പറയുന്ന ഇൽമുൽ ഫത്താവ കൊണ്ട് പ്രത്യേകമാക്കുക. ഈ ഇൽമു ഫത്വക്കാണ് ഫിഖ് എന്ന് പറഞ്ഞ് പ്രത്യേകമാക്കിയത്. ഇങ്ങനെ പ്രത്യേകമാക്കുന്നതിന് വെളിപ്പെട്ടു
തൽബീസു ബഅസിന്നാസി അല തജറുദിലി ലഹു, ഈ പറയുന്ന ഫത്വക്ക് വേണ്ടി മാത്രം ജനങ്ങളെ തൽപ്പിക്കുക, അതിന് പ്രേരിപ്പിക്കുക. വൽ ഇറാദി അൻ ഇൽമിൽ ആഖിറത്തി, ആഖിറത്തിന്റെ വിജ്ഞാനത്തോട് തിരിഞ്ഞു കളയണം എന്നതിന്റെ മേൽ പ്രേരിപ്പിക്കുക. അഹ്കാമിൽ ഖുലൂബി, ആത്മീയപരമായിരിക്കുന്ന വിധികളുണ്ട്, അതിനെ തൊട്ടൊക്കെ തിരിഞ്ഞു കളയുകയും ഈ ഫത്വകൾക്ക് വേണ്ടി മാത്രം തനിച്ചു നിൽക്കുക എന്നതിന്റെ മേലിൽ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതിന് തൽബീസ്. ഇപ്പൊ മനസ്സിലായില്ലേ? അത് വല്ലാത്തൊരു അപകടമാണ്. അങ്ങനെ വജദു അലാ ദാലിക, ഇങ്ങനെ തേടുന്നതിന്റെ മേലിൽ അവർ എത്തിച്ചിട്ടുണ്ട് മുഈന മിന തബഈ, പ്രകൃതിയാ തന്നെ ഒരു സഹായം എത്തിച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ അങ്ങനെ ഉണ്ട്, ഒരു പ്രകൃതിയാ തന്നെ അങ്ങനെ ഒരു സംഗതി ഉണ്ടാകും. ഉഖ്റവിയായ ഇൽമിനെ കുറിച്ച് അങ്ങനെ വരുന്നില്ല. എന്താ കാരണം? പ്രകൃതിയാൽ ഈ ഫത്വയെ കുറിച്ചുള്ള ഇൽമിന് ഫിഖ്ഹ് വരുത്താൻ കാരണം, അങ്ങനെ എത്തിക്കാൻ കാരണം, സഹായം കിട്ടാൻ കാരണം ഫഇന്ന ഇൽമൽ ബാത്തിനി വാമിദുൻ, കാരണം ബാത്തിനായ ഇൽമ് അതേ അത് ആണ്ട് കിടക്കുകയാണ്, ആഴത്തിൽ കിടക്കുകയാണ്. അതിന് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിയില്ല, അത്രയും ആഴത്തിൽ കിടക്കുന്ന ഒന്നാണ്. അത് തെളിവുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത സംഗതിയാണ്. അത്രയും ഒരു ആഴത്തിൽ കിടക്കുന്ന വിജ്ഞാനമാണ് ഇൽമുൽ ബാത്തില്. അത് റിയാള കൊണ്ടേ കിട്ടുകയുള്ളൂ. വൽ അമല് ബിഹി അശീർ, ആ ഇൽമുൽ ബാത്തിനെ കൊണ്ട് അമൽ ചെയ്യുക എന്നത് വളരെ പ്രയാസമാണ്. അവർക്കാരും മുന്നിട്ട് വരൂല. വതവസ്സുലു ബിഹി ഇലാ തലബിൽ വിലായത്തി വൽ ഖളായി വൽ ജാഹി വൽ മാലി മുതഅദ്ദിറുൻ, അധികാരം തേടുക, വിധിയെ തേടുക, മേൽമത്തരം, സമ്പത്ത് എന്നിവ തേടി അന്വേഷിക്കുക, ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ഈ പറയുന്ന ഇൽമുൽ ബാത്തിൽ കൊണ്ട് ചേരുക എന്നുള്ളത് പ്രയാസകരമായ കാര്യമാണ്. അപ്പൊ വജദ ശൈത്താനു മജാൽ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷൈത്താൻ അവൻ വഴിതെറ്റിക്കുന്നൊരു പ്രവേശനം, ഒരു സ്ഥാനം എത്തിച്ചു. അതെന്തിന്? തഹ്സീനാലിക്ക, ഈ പറയുന്ന സംഗതി അഴകാക്കാൻ വേണ്ടി. ഫിൽ ഖുലൂബി, മനുഷ്യ ഹൃദയങ്ങളിൽ, ബിവാസിത്വത്തി തഖ്സീസ് ഇസ്മിൽ ഫിഖ്ഹി അല്ലദീ ഹുവ ഇസ്മു മഹ്മൂദിൻ ഫി ശറഅ്, ശറയിൽ വാഴ്ത്തപ്പെടാൻ പറ്റുന്ന നല്ലൊരു നാമമാണ് ഫിഖ്ഹ് എന്ന നാമം. ആ ഫിഖ്ഹ് എന്ന നാമത്തെ പ്രത്യേകമാക്കുക എന്നൊരു മാധ്യമം മുഖേന ഈ കുറെ ഫത്വകളും മാറിലൊക്കെ പഠിച്ച ഇതാണ് ഫിഖ്ഹ് എന്ന് അഴകാക്കി കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം, അതിന് പറ്റുന്നൊരു സ്ഥലം, ഒരു പ്രവേശന വഴി ശൈത്താന് കിട്ടിപ്പോയി. ബാത്തിനായിൽമുണ്ട് നമുക്ക് ചെയ്യാൻ പ്രയാസമായതുകൊണ്ട് അവിടെ കടന്നുകൂടി ഫിത്ന ഉണ്ടാക്കി. അപ്പോ ചുരുക്കത്തിൽ ഫിഖ് എന്ന് പറയുന്ന ഈ നാമത്തെ എല്ലാം ഉൾപ്പെടുത്തിയിരുന്ന ഈ ഫിഖിനെ മാറ്റിമറിച്ചിട്ട് ഫത്വകളും ഭൗതിക വിധികളും അതറിയുന്ന ആൾക്കാർക്ക് ഫഖീഹ് എന്ന് പേര് വെച്ചു എന്ന് പറഞ്ഞത്. ഇനി അല്ലഫുസാനി, രണ്ടാമത്തെ പദം അൽ ഇൽമ്, ഇൽമ് ഇൽമ് എന്ന് പറയും. എന്തിനാ? വഖദ് കാന യുത്റഖു, ആദ്യ കാലഘട്ടങ്ങൾ എന്ന് പറഞ്ഞ സ്വഹാബത്തിന്റെ കാലഘട്ടങ്ങളിൽ ഇൽമ് എന്നതിനെ പറയപ്പെടുമായിരുന്നു അലൽ ഇൽമി ബില്ലാഹി തആല, അള്ളാഹനെ കൊണ്ടുള്ള അറിവിന്റെ മേലിൽ, ആയാത്തിഹി, അള്ളാഹന്റെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുള്ള അറിവ്, അഫ്ആലി, അല്ലാഹു തആലാന്റെ കർമ്മങ്ങളെ കൊണ്ടുള്ള അറിവില്, എവിടെ? ഇബാദി, അടിയങ്ങളിൽ, വഖൽഖിഹി, അല്ലാഹു തആലയുടെ സൃഷ്ടിപ്പുകളിൽ. അപ്പൊ അല്ലാഹു തആലയുടെ സൃഷ്ടികള്, അടിയങ്ങളിൽ, അതിലൊക്കെ വരുന്ന അള്ളാഹന്റെ പ്രവർത്തികൾ എന്താണ്, അള്ളാഹന്റെ ദൃഷ്ടാന്തങ്ങൾ എന്താണ്, അള്ളാഹ് എന്താണ് എന്നതുകൊണ്ടുള്ള അറിവുണ്ടായാൽ ആ അറിവിന്റെ മേലാണ് ഇൽമ് എന്ന് പറഞ്ഞിരുന്നത്. നോക്കൂ എത്രത്തോളം വെച്ചാൽ ഹത്താ ഇന്നഹു ലമ്മാ മാതാ ഉമർ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോൾ ഖാല ഇബ്നു മസ്ഊദ് റഹിമഹുല്ലാഹ്, അറിവുള്ളവർക്കല്ലേ അറിവിനെ കുറിച്ച് അറിയുള്ളൂ. അപ്പൊ മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, ലഖദ് മാതാ തിസ്അതു അഇശാരിൽ ഇൽം, ഇൽമിന്റെ 10 ഭാഗത്തിൽ 9 ഭാഗം മരിച്ചു. 10 ഭാഗം ഉൾക്കൊണ്ട മഹാനാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു മരണത്തോടുകൂടെ 9 ഭാഗം ഇവിടെ കഴിഞ്ഞു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇൽമി എന്ന് പറയുമ്പോ ആ പണ്ഡിതൻ എന്തുകൊണ്ടാ ഈ പറഞ്ഞ ഇൽമില്ലാഹി ആയാത്തി അഫ്ആലി ഇതുകൊണ്ടൊക്കെ അറിഞ്ഞ ആളായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു. മഹാന മരണത്തോടുകൂടി അത്തരം ഇൽമുകൾ മരിച്ചു എന്നർത്ഥം. ഇനി ശരി, കുറഞ്ഞ് ഒരു ഭാഗമുള്ളൂ ഇവിടെ. ഇവിടെ അൽ ഇൽ എന്നതിനെ മാരുവിയാക്കിയിട്ടല്ലേ പറഞ്ഞത്? അവിടെ മാരുവിയാക്കി പറഞ്ഞു ആയിഷാരി അൽ ഇൽമെന്ന്. ഇബ്നു മസ്ഊദ് തങ്ങള് അലിബിലാമ് കൊടുത്തുകൊണ്ട് അതിനെ മാരുവിയാക്കി.
അങ്ങനെ മാരിഫിയാക്കിയിട്ട് സുമ്മ ഫസ്സറുബിൽ ഇൽമി, പിന്നീട് ആ ഇൽമിൻ എന്താണെന്ന് അറിയാം മഹാൻ വിശദീകരിച്ചു. ബില്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹു തആലയെ കൊണ്ട് അറിയുക, അള്ളാഹിനെ കൊണ്ട് അറിയുക എന്നതാണ് അൽ ഇൽമ് കൊണ്ടുള്ളതായി വിശദീകരണം നൽകിയത്. അങ്ങനെയായിരുന്നു ഉപയോഗം ഉണ്ടായിരുന്നു. ഫിഖ് എന്ന് പറഞ്ഞ പദത്തിൽ കൈകാര്യം ചെയ്തതുപോലെ ഈ ഇൽമിലും പിൻകാലക്കാർ കൈകാര്യം ചെയ്തു. തഖ്സീസാക്കൽ കൊണ്ട് ഫിഖിൽ എങ്ങനെ തഖ്സീസാക്കി അതുപോലെ ഇൽമും തഖ്സീസാക്കി. അത്താ ശഖറുഹു ബിൽ അക്സരി, അതിനെ അവരെന്തായി പ്രചരിപ്പിച്ചു. ഫിൽ അക്സരി, അധികത്തിലും. ബിമൻ യസ്തഈനു ബിൽ മുനാദറത്തി മഅൽ ഖുസൂമി ഫിൽ മസായിൽ ഫിഖ്ഹി വഗൈരിഹാ, ഫിഖ്ഹിയായ മസ്അലകളെ അല്ലാത്ത മസ്അല എന്തൊക്കെയുണ്ടോ അത് തർക്കിക്കുക. അങ്ങനെ തർക്കിക്കുന്നതോടുകൂടെ മുനാദറ നടത്തുക. ഇങ്ങനെ വാദപ്രതിവാദം നടത്തി ജോലിയാവുന്നവർ ആരുണ്ടോ അവർക്ക് മാത്രം ഇൽമു ഉപയോഗിക്കാൻ തുടങ്ങി. അവരാണ് ഇൽമുള്ളവർ എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ പോയി കാല് ഇത്തരം ആളുകൾക്ക് പറയും ഹുവൽ ആലിമു അൽ ഹഖീഖത്തി, യഥാർത്ഥത്തിൽ ഇങ്ങനെ തർക്കിക്കുന്ന വാദപ്രതിവാദം നടത്തി ജയിക്കുന്ന ആളാണ് പണ്ഡിതൻ, യഥാർത്ഥ പണ്ഡിതൻ എന്ന് പറയാൻ തുടങ്ങി. ഓവൽ ഫഅലു ബിൽ ഇൽമി, ഇൽമിൽ കൂറ്റക്കാരൻ ഇയാളാണ്, ഇൽമിൽ പടുകൂറ്റൻ ഇയാളാണ് എന്ന് പറയാൻ തുടങ്ങി. ഒമല്ലായുമാരിശു ദാലിക, ഇത്തരം വിജ്ഞാനങ്ങൾ തേടാത്തവൻ, വലാ യസ്തഖിലു ബിഹി, ഇവിടെ പറഞ്ഞ മസ്അലകൾ തർക്കിക്കുന്നവരോട് വാദപ്രതിവാദം നടത്തുന്ന പണിയൊന്നും ജോലിയൊന്നും ആകാത്തവർ, യുഅദ്ദു, അത്തരം ആളുകളെ എണ്ണപ്പെടുക മിൻ ജുംലത്തുൽ ദുഅഫാ, ദുർബല വിഭാഗത്തിലാണ്. ഈ മഹാന്മാർക്ക് ഇൽമിനെ പറ്റി അറിവുണ്ട്, അള്ളാന്റെ ആയത്തും അതൊക്കെ അറിവുണ്ട്, പക്ഷേ അതല്ല ജനം എണ്ണുന്നത്. ഇവിടെ സമുദായത്തിൽ ഫിഖ്ഹിയായ കാര്യത്തിൽ തർക്കങ്ങൾ നടത്തിയിട്ട് വാദപ്രതിവാദം നടത്തി വിജയിക്കുന്നവർ, അത്തരം ഇൽമുകൾ കൊണ്ട് ജോലിയായവർ, അവരാണ് യഥാർത്ഥ ആലിം എന്ന് മനസ്സിലാക്കി വെച്ചു. വലാ യഉദ്ദൂനഹു ഫീ സുംറത്തി അഹ്ലിൽ ഇൽം, ഇൽമിന്റെ കൂട്ടക്കാരിൽ ഈ പറയുന്ന ആൾക്കാരെന്ന് ഇവരെണ്ണൂല. വഹാദാ അയ്ലൻ തസർറുഹും ബിത്തഖ്സീസ്, ഫിഖ് കൊണ്ട് കൈകാര്യം ചെയ്ത് തഖ്സീസാക്കിയതുപോലെ ഈ പറഞ്ഞ ഇൽമു കൊണ്ടും തഖ്സീസാക്കിനുള്ള കൈകാര്യം ചെയ്യലല്ലേ ഇത്. വലാകിൻ, പക്ഷേ മാ വറദ മിൻ വളാഇൽ ഇൽമി വൽ ഉലമാ, ഇൽമിന്റെയും ഉലമാക്കളുടെയും ശ്രേഷ്ഠതകളിൽ വന്ന ഒന്ന്, അക്സറുഹു, അതിലധികവും, ഫിൽ ഉലമാഇ ബില്ലാഹി തആല വബിഅഹ്കാമിഹി വബിഅഫ്ആലിഹി വസിഫാത്തി, അതിലാണ് അള്ളാഹിനെ കുറിച്ചുള്ള പണ്ഡിതന്മാരെ കുറിച്ചുള്ള അറിവ്, അള്ളാഹിനെ കൊണ്ടുള്ള പണ്ഡിതന്മാരിൽ, അള്ളാഹിന്റെ വിധി കൊണ്ടറിയുന്നവരിൽ, അഫ്ആലുകളിൽ, സിഫാത്തുകളിൽ ഇതുകൊണ്ടറിയുന്നവരാരോ അതിലാണല്ലോ ഇൽമിന്റെയും ഉലമായിനും ഫളായിലും വന്നിട്ടുള്ളത്. ഈ ഇൽമിന്റെയും അതുപോലെ തന്നെ ഉലമായിനും എന്ത് ചെയ്തു, ഫളായിൽ മനസ്സിലാക്കിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇൽമിലേക്കും ഉലമായിലേക്കും ചാർത്തുന്നത് ശരിയല്ല. സ്വാറൽ ആന, ഇന്നിപ്പോ എന്തായി, അതായി മുത്തലഖൻ നിരുപാധികം പറയട്ടെ. അലാമല്ല യഹീതു മിൻ ഉലൂമി ശറഇ ബിശൈഇൻ സിവാ റസ്മി ജദലിയ ഫീ മസാഇല ഖിലാഫിയ്യ, ഖിലാഫിയായ അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലകളിൽ തർക്കത്തിന്റെ അടയാളം ഒഴിച്ച് മറ്റൊന്നും അറിയാത്ത, അഥവാ ശറഇന്റെ മറ്റൊരറിവുമയാക്കില്ല, ശറഇന്റെ മറ്റൊന്നും അറിയില്ല, ആകെ അറിയുക ഖിലാഫിയായ മസ്അല എടുത്ത് വലിച്ചിട്ടിട്ട് തർക്കിച്ചിട്ട് അത് മാത്രം അറിയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മേലിലും ഉലമാ എന്ന് പറയാൻ തുടങ്ങി നഷ്ടം എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടി വിശദീകരിച്ചാൽ, വഖദ് സാറൽ ആന, ഇപ്പോൾ ആയി, മുത്തലക്ക് നിരവാധികം ഈ ഇൽമി എന്ന് പറയുന്നത് ആയി, അലാവൻ ഒരുത്തന്റെ മേലിൽ. അങ്ങനത്തെ ഒരുത്തൻ ലാ യഹീതു, അയാൾ വേണ്ടതുപോലെ അറിയുന്നില്ല, മിൻ ഉലൂമി ശറഇ, ശറഇയായ വിജ്ഞാനം ഒന്നും അറിയുന്നില്ല, വിഷയം ഒന്നുകൊണ്ടും അറിയുന്നില്ല, എന്തൊഴികെ സിവാ റസ്മി ജദലിയത്തിൻ ഫീ മസാഇല ഖിലാഫിയ്യ, അഭിപ്രായ ഭിന്നതയുള്ള മസ്അലകളിൽ തർക്കപരമായിരിക്കുന്ന എന്തെല്ലാം അടയാളങ്ങളുണ്ടോ അത് ഇയാൾ പഠിച്ചു, അതൊഴിച്ച് ബാക്കി ഒന്നും അറിയില്ല, തറയില്ല. ഇയാൾക്കും പറയാൻ തുടങ്ങി ആലിമ്, ഇൽമുള്ള ആള് എന്നൊക്കെ. എന്നിട്ടോ ഈ പറയുന്ന തർക്ക വിഷയമുള്ള മസ്അലകൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന അടയാളം മാത്രം അറിയുന്ന, തർക്കം മാത്രം അറിയുന്ന ഇയാളെ പറ്റി എണ്ണും. ബിദാലിക, ഇത് മാത്രം അറിയുന്ന ആളെ മിൻ ഉലമാ, ഉലമാക്കളിലെ പടുകൂറ്റൻ ഉലമാക്കളിലാണ് എണ്ണപ്പെടുക. അത് ശരിയല്ലല്ലോ. ജഹിലിഹി ബിത്തഫ്സീരി, എന്തോടുകൂടെ ഈ പറഞ്ഞ തർക്കിക്കുന്ന ആൾക്ക് ഖുർആന്റെ വ്യാഖ്യാനം കൊണ്ട് അറിവില്ല, വൽ അഖ്ബാരി, ഹദീസ് കൊണ്ട് അറിവില്ല,
വഇൽമിൽ മദ്ഹബി മദ്ഹബിന്റെ അറിവില്ല, വൈരി മദ്ഹബല്ലാത്ത മറ്റൊരു ഇൽമൊന്നും അറിയില്ല. ഇതൊന്നും അറിയാത്തവനോട് കൂടെ അയാൾക്ക് ആകെ അറിയാ ഒരുപാട് തർക്കമുള്ള മസല പഠിച്ചിട്ട് തർക്കിക്കാം, ഇതേ അറിയുള്ളൂ. എന്നിട്ട് ഈ ആളെ നല്ല പടുകൂറ്റൻ ആലിമായി എണ്ണുന്നുണ്ട്. ശരിയാണോ? അസാറദാലിക്ക സബബൻ, അങ്ങനെ എന്തിനു പറയുന്നു? അതായി മാറി. സബബൻ മുഹ്ലിക്കൻ ലി ഖൽഖി, ഇവനായി മാറി, കാരണക്കാരനായി. മുഹ്ലിക്കൻ ലി ഖൽഖിൻ കസീർ മിൻ അഹ്ലി തലബിൽ ഇൽമി, ഇൽമിനെ അന്വേഷിച്ച് വരുന്ന അധിക ആളുകളെ, സൃഷ്ടികളെയും ഒരുപാട് ആൾക്കാർ ഇൽമിനെ തേടി വരുന്നുണ്ട്. അങ്ങനെ തേടി വരുന്ന ആളുകളെ നശിപ്പിക്കുന്നവൻ, കാരണക്കാരൻ ഇവനാണ്. നല്ല നല്ല ആലിമ്യങ്ങൾക്ക് എത്തൂല. അപ്പൊ പേര് കേട്ടാലും ഇവിടെ ഉണ്ട്. എന്നിട്ട് അയാൾക്ക് കൊണ്ടിടും മക്കളൊക്കെ. അയാൾ പഠിക്കുന്ന ആകെ അള്ളാഹിനെ കുറിച്ചുള്ള തഫ്സീർ ഹദീസ് ഒന്നും ഇയാൾക്കില്ല. ഫിഖിയായ മസല ഇയാൾക്ക് അറിയില്ല. ഇയാൾക്ക് ആകെ തർക്കിക്കാനേ അറിയുള്ളൂ. തർക്കത്തിന്റെ ഏത് ഭാഗം ഇയാൾ പഠിച്ചു വെച്ചു, അയാൾക്ക് കൊണ്ടുവരുന്നത്. അത് കാരണം ഇൽമു തേടി നടക്കുന്ന ആൾക്കാർ നശിക്കാൻ കാരണമായി എന്നല്ലാതെ മറ്റെന്ത് പറയാൻ. ഇനി മൂന്നാമത്തെ പദം തൗഹീദാണ്. ഇൻഷാ അല്ലാഹ് പിന്നെ ചർച്ച ചെയ്യാം.